ഞങ്ങൾ ഇടവപ്പള്ളി പെരുന്നാൾ വിടാൻ കുഞ്ഞാണ്ടി വന്നിട്ടുണ്ട്, എന്റെ അപ്പ വന്നിട്ടുണ്ട്. എല്ലാരും കൂടെ ഇടവപ്പള്ളി പെരുന്നാളിന് പോവാ. ഇടവപ്പള്ളിയിലെ ആദ്യത്തെ പെരുന്നാളിന് പോവാ. പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാവേ. എല്ലായിടത്തെയും പെരുന്നാൾ തീർന്നിട്ട് ഇവരുടെ മാത്രം പെരുന്നാൾ തീരുന്നില്ലേ എന്ന് ചിന്തിക്കണ്ട. ഇത് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ ജനുവരി നടന്ന പെരുന്നാളാട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം കുറേ നാളായിട്ട് പെൻഡിങ് വെച്ചേക്കുമായിരുന്നു. പെരുന്നാൾ ജനുവരി 10, 11, 12 ആയിരുന്നു. പെരുന്നാൾ പ്രമാണിച്ച് ഇച്ചാൻ ഒരു മാസത്തേന് ലീവ് അങ്ങ് എടുത്തു. ഇത് നമ്മുടെ മാതാവിൻ്റെ പള്ളിയാട്ടോ. കോട്ടപ്പുറത്തമ്മ എന്നാണ് വിളിക്കുന്നത്. പ്രധാന പെരുന്നാൾ ശനിയും ഞായറും ആണെങ്കിലും വെള്ളിയാഴ്ച നമുക്കൊരു മെഴുകുതിരി പ്രദർശനമൊക്കെ ഉണ്ട്. അന്ന് നല്ല മഴയായിരുന്നു. മഴ കുറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് മഴ കുറയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞാവയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾ നല്ല ഉറക്കം പിടിച്ചു കേട്ടോ. പ്രദർശനം കഴിഞ്ഞ് സ്നേഹവിരുന്നും പള്ളിയിലെ ഓരോ സംഘടനകളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ആശാത്തി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം പരിപാടികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ പള്ളിയിലേക്ക് പോയി. പഴയ നാട്ടുരാജ്യങ്ങളായ തെക്കുകൂറിന്റെയും വടക്കുകൂറിന്റെയും അതിർത്തി തിരിച്ചുണ്ടാക്കിയിരുന്ന കോട്ടയിൽ കൂടി പിന്നീട് ഉണ്ടാക്കിയ റോഡിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് കോട്ടപ്പുറം പള്ളി എന്ന് പേര് കിട്ടിയത്. അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും കോട്ടപ്പുറത്ത് അമ്മയും കിട്ടിയത്. ഏതു പെരുന്നാളിന് പോയാലും ഐസ്ക്രീം പിന്നെ മസ്റ്റ് ആണല്ലോ. നീ കണ്ടാ മതി, നീ നെക്സ്റ്റ് ടൈം മേടിച്ചാലേ. അങ്ങനെ വെള്ളിയാഴ്ചത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. നാളത്തെ പെരുന്നാളിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ പെരുന്നാൾ എൻ്റെ പള്ളിയിലാട്ടോ കൂടുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ പോലെ ഞങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന ഒരു ചോദ്യചിഹ്നമായിരുന്നു പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഏത് പള്ളിയിൽ കൂടണം എന്നുള്ളത്. അതിന് പിന്നെ അവസാനം ഞങ്ങൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി. 2 പള്ളിയിലെയും പെരുന്നാൾ അങ്ങ് കൂടിയേക്കാന്നായി. കാരണം 2 പേർക്കും ഒരേപോലെ പ്രധാനപ്പെട്ടതാണല്ലോ അവനവൻ്റെ പള്ളിയിലെ പെരുന്നാൾ. പിന്നെ നമ്മുടെ മിയാക്കോട്ടിനെ അവളുടെ അപ്പച്ചനെയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ പിന്നെ പള്ളിയിലേക്ക് പോന്നു. ചെണ്ടമേളം കേട്ടപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ അവൾ ഓക്കെ ആയിരുന്നു. അവള് പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇതെല്ലാം കാണുന്നത്. അതുകൊണ്ട് എല്ലാം കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ജനിച്ചു വളർന്ന പള്ളിയിൽ വീണ്ടും വന്ന് പഴയ കൂട്ടുകാരെയും കണ്ട് പണ്ട് നടന്ന ഓരോ കാര്യങ്ങളും ഓർത്തും പറഞ്ഞ് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. പക്ഷെ അന്നുണ്ടായിരുന്ന പലരും ഇന്നവിടെ ഇല്ല. ചിലരൊക്കെ കല്യാണം കഴിഞ്ഞു, ചിലർക്കൊക്കെ ജോലി തിരക്ക്, പലരും തന്നെ നാട്ടുപോലും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും ആ പഴയ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടില്ല. അങ്ങനെ കുറച്ചു നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പുണ്യാളിന് നേർച്ചയിടാൻ പോയി. അങ്ങനെ ശനിയാഴ്ച പെരുന്നാൾ തീർന്നു. കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഞായറാഴ്ച പെരുന്നാൾ കൂടാൻ വീണ്ടും കിടങ്ങൂർ പള്ളിയിലേക്ക്. ഈ പെരുന്നാളിന് പിന്നെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരത്തെ എല്ലാം നോട്ടയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത പെരുന്നാളിൽ ഞാൻ പിടിച്ചോളാം എന്നുള്ള രീതി. അതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് 2 ബലൂണൊക്കെ വാങ്ങിച്ചു. പണ്ടൊക്കെ ഹൈഡ്രജൻ ബലൂണും മത്തങ്ങ ബലൂണൊക്കെ ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ കാലം മാറുന്നതനുസരിച്ച് ട്രെൻഡ് മാറുന്നത് കൊണ്ട് പ്ലെയിനും ഡോറാബുജിയും മയിലും ഒക്കെ ആയി. അങ്ങനെ ഈ കൊല്ലത്തെ പെരുന്നാൾ ഏതാണ്ട് തീരാറായി. പ്രദക്ഷിണം കഴിഞ്ഞ് നമ്മുടെ കോട്ടപ്പുറത്തമ്മേനെ പള്ളിയിലേക്ക് കയറ്റി. ഏതാനും നിമിഷങ്ങൾക്കകം തീർക്കുന്നതാണ്. ഇത് 50,000 രൂപയ്ക്ക് ലേലം ഉറപ്പിക്കുവാൻ പോവുകയാണ്. 55,000 റോഷൻ 55,000 വിളിച്ചു. പക്ഷെ വിളിക്കാൻ സമ്മതിക്കുന്നതിന് മുമ്പ് കയറ്റുപറ്റി 60,000 രൂപയ്ക്ക് 65. ഇതിന് മുമ്പോട്ട് വരേണ്ട സമയം അനുവദിച്ചിരിക്കുകയാണ്. 70 റോഷൻ യൂത
തമ്മിലുള്ള വാശിയേറിയ ലേലങ്ങളിൽ വെക്കുന്നത് 70,000 രൂപയുമായി രാജ്യത്തെ പ്രവാഹകാവുന്ന പട്ടാളക്കാരൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാനുള്ള അവസരം മാതാവിന്റെ കഴുത്തിൽ ഏകദേശം 3 ദിവസത്തോളം കിടന്ന ഈ ഏലക്കമാല സ്വന്തമാക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന പട്ടാളക്കാരനാണെങ്കിലും അത് വിട്ടുകൊടുക്കുവാൻ ദോഷം തയ്യാറാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പേര് പറയാൻ സമയം തരുവാണെങ്കിൽ ഞാൻ പേര് പറയാം. യൂദ 60 വെളിച്ചം ഇതാ റോഷന് ഇതൊരു യുദ്ധക്കളമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പട്ടാളക്കാരനായ റോഷൻ ഇതിനെ ഒരു യുദ്ധമായി പരിഗണിച്ചുകൊണ്ട് ഒരു ആഞ്ഞു പടപൊരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബാക്കിയെടുക്കുവാനൊന്നും സമയമില്ല. കാരണം ഇത് അവസാനത്തെ ഏലക്കാമാലയാണ് എന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 2,000 രൂപ അങ്ങനെ ഈ കൊല്ലത്തെ ലേലം വിളിയെല്ലാം കഴിഞ്ഞു. ലേലം വിളിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ ഉൽക്കി സർബത്ത് കുടിക്കാനായിട്ട് പോയി. പാവ എത്രയും നേരമൊക്കെ ആയപ്പോഴത്തേനും അടുത്ത് പോയായിരുന്നു കേട്ടോ. അതിൻ്റെതായിട്ടുള്ള ഒരു ചിത്താന്തം ഇത് കാണിച്ചില്ല കേട്ടോ. പവത്താനെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.